സെക്കൻഡ് യൂണിറ്റ് ഫെസ്റ്റീവ് ഫണ്ടിൻ്റെ ആക്ടിവിറ്റീസാണ്. പേജ് നമ്പർ 46. ആക്ടിവിറ്റി ഫസ്റ്റ്. ദ പിക്ചേഴ്സ് ഓഫ് ജൂലിയാസ് ഫ്രണ്ട്സ് ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് ദയർ നെയിംസ് ഇൻ ദ കോളംസ്. ജൂലിയയുടെ ഫ്രണ്ട്സിൻ്റെ ചിത്രങ്ങളാണ് ചുവട്ടിൽ തന്നിരിക്കുന്നത്. ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരുടെ പേരുകൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് തന്നിരിക്കുന്ന കോളത്തിൽ കേട്ടോ. ഫസ്റ്റ് എന്താണ്? ഷാർക്കാണ്. നെക്സ്റ്റ് സ്റ്റാർ ഫിഷ്. നെക്സ്റ്റ് ജെല്ലി ഫിഷ്. നെക്സ്റ്റ് മാക്കറേൽ. മാക്കറേൽ എന്ന് പറഞ്ഞാൽ അയല മത്സ്യം. നെക്സ്റ്റ് പ്രോൺ. പ്രോൺ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ. നെക്സ്റ്റ് ക്രാബ്. ക്രാബ് അറിയാമല്ലോ. നെക്സ്റ്റ് ഒക്ടോപ്പസ്. ഒക്ടോപ്പസ് എന്ന് പറഞ്ഞാൽ നീരാളി. നെക്സ്റ്റ് വെയിൽ, തിമിംഗലം. അടുത്തത് ആക്ടിവിറ്റി 2. സം വേർഡ്സ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ദം ഇൻ ടു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ആഡ് മോർ ഐറ്റംസ് ഇൻ ദ ലിസ്റ്റ്. ചോട്ടിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അത് എന്താണ്? ഫ്രൂട്ട്സ് എന്നും അതുപോലെ തന്നെ വെജിറ്റബിൾസും ആയിട്ട് വേർതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഐറ്റംസ് ആ ലിസ്റ്റിൽ ആഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാമല്ലേ. പൊമഗ്രനേറ്റ് എന്താ അറിയാലോ, ഫ്രൂട്ട്സ് അല്ലേ, ഫ്രൂട്ട്സിൽ എഴുതുക. ബ്രൊക്കോളി എന്താണ്? വെജിറ്റബിളാണ്, വെജിറ്റബിൾസിൽ എഴുതുക. നെക്സ്റ്റ് ആപ്പിള് ഫ്രൂട്ട്സാണ്. ഗ്രേപ്സ് ഫ്രൂട്ട്സാണ്. ക്യാരറ്റ് വെജിറ്റബിളാണ്. പൊട്ടാറ്റോ വെജിറ്റബിളാണ്. കുക്കുംബർ വെജിറ്റബിൾ. സ്ട്രോബെറി ഫ്രൂട്ട്സ്. പൈനാപ്പിൾ ഫ്രൂട്ട്സ്. കോളിഫ്ലവർ വെജിറ്റബിൾ. അവക്കാഡോ ഫ്രൂട്ട്സ്. വാട്ടർമെലൺ ഫ്രൂട്ട്സ്. ബീൻസ് വെജിറ്റബിൾ. പീസ് വെജിറ്റബിൾ. പീസ് അറിയാലോ, പയർ കേട്ടോ. റാഡിഷ് മുള്ളങ്കിയാണ്, മുള്ളങ്കി വെജിറ്റബിൾ. ബ്ലൂബെറി ഫ്രൂട്ട്സ്. കിവി ഫ്രൂട്ട്. പപ്പായ ഫ്രൂട്ട്. ക്യാബേജ് വെജിറ്റബിൾ. പ്ലം ഫ്രൂട്ട്. പിയർ ഫ്രൂട്ട്. ബീറ്റ്റൂട്ട് വെജിറ്റബിൾ. ലേഡീസ് ഫിംഗർ വെജിറ്റബിൾസിൽ പെട്ടതാണ്. സ്പിനാച്ച് വെജിറ്റബിൾ. അടുത്തത് ടൊമാറ്റോ. ടൊമാറ്റോ ഒരു ഫ്രൂട്ടും വെജിറ്റബിളും ആണ്. ദെൻ നെക്സ്റ്റ് ഓറഞ്ച്. ഓറഞ്ച് എന്താണ്? ഫ്രൂട്ടാണ്. ചെറി. ചെറി എന്താണ്? ഫ്രൂട്ടാണ്. ഇനി കുറച്ച് കൂടുതൽ ഫ്രൂട്ട്സ് നമുക്കൊന്ന് പറയാം. മാംഗോ, ജാക്ക് ഫ്രൂട്ട്, കസ്റ്റാർഡ് ആപ്പിള്, സീതപ്പഴം കേട്ടോ, ചിക്കു, സപ്പോട്ട, ഗുവ, പേര, മൂസമ്പി. ഇനി കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് പറയാം. ആഷ് ഗാർഡ്, സ്നേക്ക് ഗാർഡ്. ആഷ് ഗാർഡ് എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ. സ്നേക്ക് ഗാർഡ് എന്ന് പറഞ്ഞാൽ പടവലങ്ങ. ബിറ്റർ ഗാർഡ് കായ്പയ്ക്ക, പാവയ്ക്ക. പംകിൻ മത്തങ്ങ, ചില്ലി. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. ദ റെസിപ്പി ഓഫ് വെജിറ്റബിൾ സാലഡ് ഈസ് ഗിവൺ ഇൻ ദ ബോക്സ്. റീഡ് ഇറ്റ്. ചോട്ടിൽ വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുന്നതിൻ്റെ പാചകക്കുറിപ്പാണ് തന്നിരിക്കുന്നത്. അത് വായിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. ടേക്ക് സം വെജിറ്റബിൾസ് ദാറ്റ് ക്യാൻ ബി ഈറ്റൻ റോ. പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് വെജിറ്റബിൾസ്, പച്ചക്കറികൾ എടുക്കുക. വാഷ് ദം, നന്നായി കഴുകുക. പീൽ ദ സ്കിൻ ഇഫ് നീഡഡ്. ആവശ്യമെങ്കിൽ തൊലി കളയുക. ചോപ്പ് ദം ഇൻ ടു പീസസ്. ചെറുതാക്കി മുറിക്കുക. പുട്ട് ദം ഇൻ ടു എ ബൗൾ. ഒരു ബൗളിലോട്ട് ഇടുക. ആഡ് എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് പെപ്പർ. ഒരു നുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇടുക. ദ സാലഡ് ഈസ് റെഡി. സാലഡ് റെഡി ആയിരിക്കണം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നൗ ലെറ്റ്സ് മേക്ക് എ ഫ്രൂട്ട് സാലഡ്. ഹൗ ഡു വി മേക്ക് എ ഫ്രൂട്ട് സാലഡ്? ഇനി നമുക്കൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുക? നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. മൈ റെസിപ്പി. വെജിറ്റബിൾ സാലഡിൻ്റെ അവർ തന്നിട്ടില്ലേ, ഇതുപോലെ തന്നെയാണ് എഴുതേണ്ടത്. അതിലെ ഇൻഗ്രീഡിയൻസ് മാത്രം മാറ്റം വരുത്തുക. ഓക്കെ. ആ വെജിറ്റബിൾ സാലഡ് ആവുമ്പോൾ വെജിറ്റബിൾസ് വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയത്. ഇവിടെ ഫ്രൂട്ട് സാലഡ് ആവുമ്പോൾ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഉണ്ടാക്കണു.
അവിടെ പിന്നെ സോൾട്ടും പെപ്പറുമാണ് നമ്മൾ ആഡ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അത്ര ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം. ടേക്ക് സം ഫ്രൂട്ട്സ് ലൈക്ക് ആപ്പിൾ, ബനാനാസ്, ഓറഞ്ചസ്, ബെറീസ്, പൊമഗ്രനേറ്റ്, കിവി ആസ് യു വിഷ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കുക. അതായത് ആപ്പിളോ ബനാനയോ ഓറഞ്ചോ കിവിയോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. ദെൻ വാഷ് ദം, നന്നായിട്ട് ക്ലീൻ ചെയ്യുക, വാഷ് ചെയ്യുക, കഴുകുക. ദെൻ പീൽ ദ സ്കിൻ ഇഫ് നീഡഡ്, ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്കിന്ന് തൊലിക്കുക. കട്ട് ദം ഇൻ ടു സ്മോൾ പീസസ് ആൻഡ് പുട്ട് ദം ഇൻ എ ബൗൾ, ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് അതൊരു ബൗളിലേക്ക് ഇടുക. ദെൻ ആഡ് എ സ്പൂൺ ഓഫ് ഹണി ഫോർ സ്വീറ്റ്നെസ്, അതായത് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഹണി, തേൻ ചേർക്കുക. ദെൻ മിക്സ് ഇറ്റ് വെൽ, അത് നന്നായിട്ട് ഇളക്കുക. സ്ക്വീസ് എ ബിറ്റ് ഓഫ് ലെമൺ ജ്യൂസ് ഓൺ ഇറ്റ്, അതായത് നാരങ്ങ നീര് ചെറുതായിട്ട് അതിൻ്റെ മുകളിലോട്ട് പിഴിഞ്ഞൊഴിക്കുക. ദ സാലഡ് ഈസ് റെഡി. സാലഡ് റെഡിയായി. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ ക്ലാസ്സസ് ഇഷ്ടമാവുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ഒന്ന് വേണേ. ഓക്കെ, താങ്ക് യു.